السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ അഖീദയുമായി അടുത്ത ബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുക, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുക എന്നുള്ളത് വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്തുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പിഴച്ചുപോയ, ഇസ്ലാമിൽ നിന്ന് അകന്നുപോയ കക്ഷികളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അതിരുകവിഞ്ഞ് ഷിയാക്കൾ പിഴച്ചുപോയി. അതുപോലെ തന്നെ ഖവാരിജുകൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിച്ച് അദ്ദേഹവും അതുപോലെയുള്ള സഹാബികളും കാഫിറുകളാണ് എന്ന് വാദിച്ച് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളാണ് ഖവാരിജുകൾ. ഇത്തരം പിഴവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അത്തരം പിഴവുകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ഇത്തരം കക്ഷികളുടെ പിഴവ് എവിടെയാണ് സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടാൻ എന്ത് ചെയ്യണം? സഹാബിമാരുടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശാലമായി പരത്തി പറയുക എന്നുള്ളതല്ല ഈ ദർസിൻ്റെ ഉദ്ദേശം. നേരെ മറിച്ച് ചില പ്രധാനപ്പെട്ട രംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ, ഇതൊക്കെയാണ് നമ്മൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ആരാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത, അദ്ദേഹത്തിൻ്റെ മൻസിലത്ത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ കുനിയത്ത് ഒന്നല്ലെങ്കിൽ അബൂ തുറാബ്, അതല്ലെങ്കിൽ അബുൽ ഹസൻ. ഈ രണ്ട് കുനിയത്തുകളിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അബൂ തുറാബ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് വിളിച്ചിരുന്ന കുനിയത്താണ്. അബുൽ ഹസൻ എന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് അബുൽ ഹസൻ എന്നും വിളിക്കാറുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് 10 വർഷം മുമ്പാണ് ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് എത്ര വയസ്സാണ്? 10 വയസ്സ് മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് കൂടി ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച ചെറിയ കുട്ടികളിൽ ഒന്നാമത്തെ ആളാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ സ്ഥലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ അദ്ദേഹത്തിന് അസദ് എന്ന പേരാണ്
നൽകിയത്. എന്നാൽ വാപ്പ അബൂ ത്വാലിബ് തിരിച്ചു വന്ന് ആ പേര് മാറ്റി അലി എന്ന് പേര് വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഉമ്മ വിളിച്ച പേര് അസദാണ്. പിന്നീട് വാപ്പ വന്ന് അബൂ ത്വാലിബ് വന്ന് അലി എന്ന പേര് ഇട്ടതാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രത്യേകതകളുള്ള സ്വഹാബിയാണ്. ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കുറിച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അബൂബക്രിൻ ഫിൽ ജന്ന വഉമറു ഫിൽ ജന്ന വഉസ്മാനു ഫിൽ ജന്ന വഅലിയുൻ ഫിൽ ജന്ന. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള സഹാബിയാണ്. പല നിലക്കും കുടുംബ ബന്ധമുണ്ട്. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയും അലി റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയും ഒരാളാണ്, അബ്ദുൽ മുത്തലിബാണ്. മാത്രമല്ല, ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തതും അലി റളിയല്ലാഹു അൻഹുവിനാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുണ്ടായിരുന്ന സഹാബിയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു, ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്ന സഹാബികളിൽ ഒരാൾ. ചെറിയ കുട്ടികളിൽ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ രണ്ട് നേതാക്കന്മാരാണ് എൻ്റെ പേരക്കുട്ടികൾ, അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഇവരെ രണ്ടുപേരുടെയും വാപ്പയാണ് അലി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് മുൻപ് അടുത്ത ഖലീഫയാണ് ആരാണ് എന്ന് തീരുമാനിക്കാൻ അദ്ദേഹം 6 സ്വഹാബിമാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അസ്ഹാബു ഷൂറ എന്നാണ് അവർക്ക് വിളിക്കുക, അസ്ഹാബു ഷൂറ. ആ 6 സ്വഹാബത്തിൽ ഒരാൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത 6 പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ. മാത്രമല്ല, ഇസ്ലാമിൻ്റെ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഇസ്ലാമിലെ വലിയ പണ്ഡിതന്മാരുടെ തലപ്പത്ത് നിൽക്കുന്നയാളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷണമായി ഉലമാക്കൾ പറയാറുള്ളത്, അദ്ദേഹം തൻ്റേടിയായിരുന്നു, നല്ല ധൈര്യവാനായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് ആദ്യത്തെ പേര് അസദി എന്നാണ്. ആ നിലക്ക് അദ്ദേഹം നല്ല തൻ്റേടിയായിരുന്നു, നല്ല ധൈര്യവാനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം നല്ല സ്വൽസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അങ്ങേറ്റം പുഞ്ചിരിക്കുന്ന, സൗമ്യമായി സംസാരിക്കുന്ന, ഏറ്റവും നല്ല മുഖഭംഗിയുള്ള, നല്ല സൗന്ദര്യമുള്ളയാളായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൽ, തൻ്റെ ഇടത്തിൽപ്പെട്ടതാണ് കുതിരസവാരിയിൽ. ആ കുതിരയുമായി മുന്നേറുന്നതിൽ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. കുതിരയുമായി പായുക, അതുമായി കുതിച്ചു മുന്നേറുന്നതിൽ അദ്ദേഹം വളരെയധികം അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ബുദ്ധികൂർമ്മതയുണ്ടായിരുന്നു. കാര്യങ്ങൾ തീരുമാനിക്കാൻ, അതുപോലെ തന്നെ വിധി തീർപ്പാക്കുവാൻ, കാര്യങ്ങളിൽ ഇടപെടുവാൻ അദ്ദേഹത്തിന് നല്ല ബുദ്ധികൂർമ്മതയുണ്ടായിരുന്നു, നല്ല പക്വതയുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. ഇമാം അൻ-നവവി അദ്ദേഹം പറഞ്ഞു, നോക്കൂ, വസുആലു കിബാരി സ്വഹാബതി ലഹു,
ورجوعهم إلى فتاويه وأقواله في المواطن الكثيرة والمسائل المعضلات مشهور. ഇമാം നവവി പറയാണ്, കിബാറുകളായ മുതിർന്ന സഹാബത്തെല്ലാം അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ് ചോദ്യങ്ങളുമായി മടങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫത്വയിലേക്ക്, അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള ചില വിഷയങ്ങളിലൊക്കെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിലേക്ക് വലിയ സ്വഹാബികൾ മടങ്ങിയിരുന്നു എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൽ, തഫ്സീറിൽ വലിയ അറിവ് അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ, അസ്ബാബുൻ നുസൂൽ, അതിനെക്കുറിച്ച് ഏറ്റവും അറിയുമായിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുണം, മറ്റൊരു വിശേഷണം എന്നുള്ളത്, അദ്ദേഹം ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ളയാളായിരുന്നു. ദുനിയാവിൻ്റെ അലങ്കാരങ്ങളിൽ ആകൃഷ്ടനാകാതെ പരലോക ചിന്ത അത് മനസ്സിൽ വെച്ച് നടക്കുകയും മറ്റുള്ള ആളുകൾക്ക് ആ ചിന്ത ഉണർത്തിക്കൊടുക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സാഹിദായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കലും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് എത്തിയപ്പോൾ ബഖിയയിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആ ഖബറാളികളോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം അതിനുശേഷം അദ്ദേഹം കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ രൂപത്തിൽ ചില വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്. ഖബറാളികളെ, നിങ്ങളിവിടെ വിട്ടുപോയ നിങ്ങളുടെ ഭാര്യമാർ, അവരെ വേറെ ആളുകൾ കല്യാണം കഴിച്ചു. വ അമ്മ ദിയാറു ഫഖദ് സുകിനത്. നിങ്ങളിവിടെ പണിത് വിട്ടുപോയ നിങ്ങളുടെ ഭവനങ്ങൾ, അതിൽ വേറെയുള്ള ആളുകൾ താമസം ആരംഭിച്ചു. വ അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്. നിങ്ങളുടെ സമ്പാദ്യമൊക്കെ വേറുള്ള ആളുകൾ വീതിച്ചെടുത്തു. അതുകൊണ്ട് ഖബറാളികളെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള വിശേഷതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള വിശേഷങ്ങൾ എന്താണ്? അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, വല്ലാഹി ലൗ തകല്ലമു ലഖാലു വജദ്ന അന്ന ഖൈറസ് സാദി തഖ്വ. അവർക്കെങ്ങാനും സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അവർ പറയും, ഇവിടെ തഖ്വ മാത്രമാണ് ഉപകരിക്കുക, അത് സംഭരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി എന്നവർ പറയുമായിരുന്നു. അപ്പോൾ നോക്കൂ, പരലോകവുമായി അങ്ങേയറ്റം ചിന്തിക്കുന്ന, അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നയാളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ തൻ്റെടം, അദ്ദേഹത്തിൻ്റെ ധൈര്യം, അത് മികച്ചു നിന്ന, അത് പ്രകടമായി നിലനിന്ന ഒരു സമയമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ സന്ദർഭം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറക്ക് പോകുന്നത് ഏറ്റവും അവസാനമാണ്. ഭൂരിഭാഗം സ്വഹാബികളും മദീനയിലേക്ക് പോയതിനു ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുമ്പോൾ തനിക്ക് പകരമായി വീട്ടിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പകരം കെടുത്തിയിട്ടാണ് പോകുന്നത്. അത് അദ്ദേഹം ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ്. മക്ക മുശ്രിക്കുകൾ അത്ര അധികം, ഖുറൈശികൾ അത്രയധികം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന, കോപിച്ചു നിൽക്കുന്ന, മുസ്ലിമീങ്ങളോട് അത്രയും ഉദ്ദേശം പ്രകടമാക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ മക്കയിലാക്കിക്കൊണ്ടാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെട്ടു. വഅഖാമ അലി ഇബ്നു അബീ ത്വാലിബ് 3 ലയാലിൻ അയ്യാമ. 3 പൂർണ്ണമായ ദിവസങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ മക്കയിൽ തന്നെ നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങൾ അവരുടെ വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങൾ
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി, കച്ചവടത്തിനും മറ്റുമൊക്കെ ആളുകൾ ദൂരയാത്ര പോകുമ്പോൾ അവരുടെ വിലപിടിപ്പുള്ള അവരുടെ സമ്പാദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശ്വസ്തനായതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊക്കെ അതിൻ്റെ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ഇതിനു വേണ്ടി മക്കയിൽ അലി റളിയല്ലാഹു അൻഹു ധൈര്യ സമേതം അവിടെ നിലനിന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരിക്കൽ ബറാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അശഹിദ അലിയുൻ ബദ്റൻ, അലി റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ബാറസ വദാഹർ. അലി റളിയല്ലാഹു അൻഹു പ്രകടമായി ഏറ്റവും മുന്നിൽ തന്നെ ധൈര്യപൂർവം അദ്ദേഹം ഏറ്റവും മുന്നിൽ തന്നെ ശത്രുക്കളോട് നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പങ്കെടുക്കൽ കേവലം ഒരു യുദ്ധം ചെയ്തു പോകലല്ല. അദ്ദേഹത്തിന്റെ അങ്ങേറ്റത്ത് തൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ നേർക്കുനേർ ശത്രുക്കളുമായി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും യുദ്ധം തുടങ്ങിയത് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധൈര്യമുള്ള സ്വഹാബികൾ അവരുടെ പ്രകടനം കൊണ്ടാണ് യുദ്ധം തുടങ്ങാറുള്ളത് എന്നൊക്കെ സീറകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ ഉപദേശിച്ചത് കൊണ്ടാണ് അദ്ദേഹം മാറി നിന്നത്. എന്നാൽ തബൂക്ക് യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിനെ പിറകിലാക്കി. അലി റളിയല്ലാഹു അൻഹുവിനോട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതുഖല്ലിഫുനി ഫിസ്സിബ്യാനി വന്നിസാ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്താക്കി പോവുകയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അലാ തർദ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ, നീ തൃപ്തിപ്പെടുന്നില്ലേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ഹാറൂനിനുള്ള സ്ഥാനം, അത് എൻ്റെ അരികിൽ നിനക്കുള്ളതിന്, ആ സ്ഥാനം നിനക്ക് നൽകുന്നതിന് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ നോക്കൂ, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അത്ര ബന്ധമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന് വകവെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയാണ് അതുപോലെയാണ് അലി നീ എനിക്ക് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ തൻ്റെടത്തിന്റെ ഒരു ഉദാഹരണമാണ് യുദ്ധത്തിൽ ആ സൈന്യത്തിന്റെ പതാക പിടിക്കുന്നയാൾ. അവരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഈ പതാക, ഇസ്ലാമിന്റെ പതാക, അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈബർ യുദ്ധം ജൂതന്മാരുമായുള്ള യുദ്ധമാണ്. ജൂതന്മാരെ മുസ്ലിമീങ്ങൾ അവരുടെ കോട്ടയിൽ ഒരുപാട് മാസങ്ങളോളം എന്ത് ചെയ്തു? ഉപരോധിച്ചു. ആ ഒരു യുദ്ധം, അതാണ് ഖൈബർ യുദ്ധം. അങ്ങനെ ആ ഉപരോധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഉഅതിയന്ന ഹാദിഹി റായ ഗദൻ റജുലൻ യഫ്തഹു അല്ലാഹു അലാ യദൈഹി, നാളെ ഞാൻ ഈ പതാക ഒരു വ്യക്തിക്ക് കൊടുക്കും, അവന്റെ കൈകളിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുക. യുഹിബ്ബുല്ലാഹ വ റസൂലഹു വ യുഹിബ്ബുഹു അല്ലാഹു വ റസൂലുഹു, ആ വ്യക്തി, ഞാൻ പതാക ഏൽപ്പിക്കുന്ന വ്യക്തി, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അവന്റെ റസൂലിനും ഇഷ്ടമാണ്,
അദ്ദേഹത്തിനും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാണ്. അങ്ങനെ സ്വഹാബികൾ മനസ്സിലൊക്കെ ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായി. ആരെയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പതാക ഏൽപ്പിക്കുക? സ്വഹാബികളെ കുറിച്ച് പറയാണ്, ചിലപ്പോൾ ആ രാത്രി മുഴുവൻ ആ ഒരു ചിന്തയിൽ അവർ നേരം വെളുപ്പിച്ചു. അങ്ങനെ നേരം പുലർന്ന ഉടനെ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സ്വഹാബികളൊക്കെ ഓടിപ്പോയി. എനിക്കായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പതാക നൽകുക എന്ന ആഗ്രഹത്തിൽ. പല സ്വഹാബികളൊക്കെ നേരത്തെ തന്നെ പോയി. റസൂലുള്ളാഹി എന്നെ ആദ്യം കാണട്ടെ എന്ന രീതിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളൊക്കെ മുന്നിൽ തന്നെ പോയിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന അലി, എവിടെ അലി എവിടെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹുവ യാ റസൂലല്ലാഹ് യസ്തകി ഐനൈഹി, അദ്ദേഹത്തിന് കണ്ണിന് ചെറിയ വേദനയും ബുദ്ധിമുട്ടുമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ കണ്ണിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായി ഒന്ന് തുപ്പുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രോഗശമനത്തിനു വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ആ കണ്ണിൽ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല എന്നതുപോലെ അദ്ദേഹത്തിന്റെ ആ രോഗം, ആ വേദന ശിഫയായി എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പതാക അദ്ദേഹത്തിന് കൈമാറി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉഖാതിലുഹും ഹത്താ യകൂനു മിസ്ലനാ, അല്ലാഹുവിന്റെ റസൂലേ, അവർ നമ്മളെപ്പോലെ ആകുന്നത് വരെ, അഥവാ മുസ്ലിമീങ്ങളാകുന്നത് വരെ അവരോട് ഞാൻ യുദ്ധം ചെയ്യട്ടെ. അഥവാ നേരിൽ പോയി അവരോട് യുദ്ധം അത് ആരംഭിക്കട്ടെ എന്ന രീതിയിൽ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻഫുദ് അലാ റിസ്ലിക ഹത്താ തൻസില ബിസാഹതി, ധൃതി കൂട്ടരുത്, താങ്കൾ മെല്ലെ മുന്നോട്ട് പോവുക. എന്നിട്ട് അവരുടെ കോട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ സുമ്മ ദഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീ, അല്ലാഹുവിനോടുള്ള അവരുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന്, അവരുടെ നിർബന്ധമായ ബാധ്യതകളെ കുറിച്ച് അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫവല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, നിന്നെ കൊണ്ട് അള്ളാഹു ഒരുവന് ഹിദായത്ത് കൊടുത്താൽ, ഒരൊറ്റ ആൾക്ക് ഹിദായത്ത് കൊടുത്താൽ അത് ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായതാണ്. നേരിട്ട് പോയി യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്, നേരെ മറിച്ച് അവരോട് സൗമ്യമായി അവരെ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന് ശേഷം അവരെ അവധാനത കാണിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് മുൻനിരയിൽ നിർത്തി കഴിഞ്ഞാൽ ആ ഏൽപ്പിക്കപ്പെട്ട കാര്യം ഏറ്റവും ഭംഗിയായ ആ ദൗത്യം പൂർത്തീകരിക്കാതെ അദ്ദേഹം പിന്തിരികയില്ലായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ എൻ്റെ വാപ്പയായ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ഇൽമിനോട്, ആ ഇൽമിനെ കവച്ചു വെക്കാൻ അദ്ദേഹത്തിന്റെ മുൻപുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് ശേഷം വരുന്ന ആളുകൾക്ക് ഇനി കഴിയുകയുമില്ല. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതാക കൊടുത്ത് ഒരു യുദ്ധത്തിന്റെ മുന്നിൽ നിർത്തിയാൽ അദ്ദേഹം വളരെ ശക്തമായി യുദ്ധം ചെയ്യുകയും വിജയം മുന്നിൽ കാണാതെ, വിജയം ലഭിക്കാതെ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരികയും ചെയ്യാറുണ്ടായിരുന്നില്ല. നമുക്ക് പല യുദ്ധങ്ങളിലും അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിരയിൽ തന്നെ നിർത്തുകയും ആ ദൗത്യം വളരെ പൂർണ്ണമായി ഭംഗിയായി പൂർത്തീകരിക്കുകയും വിജയിച്ചടക്കാതെ അദ്ദേഹം യുദ്ധം നിർത്തുകയും ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും വലിയ തൻ്റേടിയായിരുന്നു
അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് ചോദിച്ചു, ഐന ഇബ്നു അമ്മിക്, നിന്റെ ഭർത്താവ് എവിടെയാണ്? ഇബ്നു അമ്മ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ ഇബ്നു അമ്മാണല്ലോ, അമ്മിന്റെ മകനാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ചെറിയൊരു വർത്താനം ഉണ്ടായി. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു, കൂടുതലൊന്നും സംസാരിക്കാതിരിക്കാൻ അദ്ദേഹം പുറത്തു പോയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഏൽപ്പിച്ചു അലി എവിടെയാണ് എന്ന് നോക്കാൻ. അങ്ങനെ അദ്ദേഹം നോക്കി വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പള്ളിയിൽ ഉറങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പോയി. നോക്കൂ, റസൂലുള്ളാഹി കാണിച്ച മര്യാദ നോക്കൂ. വിളിച്ചിട്ട് വരാനല്ല പറഞ്ഞത്, ഉറങ്ങാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മേൽമുണ്ട് അത് നീങ്ങിപ്പോയിട്ടുണ്ട്, അത് വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മണ്ണുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടുത്തു പോയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ മണ്ണ് അവിടുത്തെ കൈ കൊണ്ട് തടവി മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും അബാ തുറാബ്, ഖും അബാ തുറാബ്, അബൂ തുറാബ് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്നിങ്ങനെ പറഞ്ഞ് തടവി വിളിച്ചു എന്നാണ്. നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം സ്നേഹമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തുറാബ് എന്ന് വിളിക്കാനുള്ള സാഹചര്യം ഇതാണ്. അപ്പൊ ഈ ഒരു വിളിക്ക് ശേഷം അബൂ തുറാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച ശേഷം പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബൂ തുറാബ് എന്ന പേരായിരുന്നു. ആ പേര് കൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പേര് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം കാരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുവാൻ കാരണമാകുന്ന ആ രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിപ്പെട്ടപ്പോൾ, ആ രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചപ്പോൾ ചില ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? നോക്ക്, റസൂലുള്ളാഹിന്റെ ആ രോഗത്തിന്റെ അവസ്ഥ അലി റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ അറിയും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അദ്ദേഹം പറയണ അസ്ബഹ ബിഹംദില്ലാഹി ബാരിഅൻ. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയണ അദ്ദേഹത്തിന് ശമനമുണ്ട്, അസുഖം ഭേദമാകുന്നുണ്ട്, അൽഹംദുലില്ലാ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം മൂർച്ഛിച്ച് കുറച്ചൊന്ന് ആശ്വാസം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടാളുകളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവിടുത്തെ കാൽ അത് മണലിൽ ഉരതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കൊണ്ടുപോയത്. അതിൽ ആ രണ്ടാളുകളിൽ ഒരാൾ അലി ഇബ്നു അബി ത്വാലിബ് ആയിരുന്നു, മറ്റൊന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. നോക്കൂ, ആ ഒരു അവസാന കാലഘട്ടങ്ങളിൽ, അവസാന സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബദർ യുദ്ധത്തിന് ശേഷം ഹിജ്റ 2 അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്.
ഹിജറ 2 ബദർ യുദ്ധത്തിന് ശേഷം ഒരിക്കൽ അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ താങ്കൾക്ക് വിവാഹം അന്വേഷിച്ചുകൂടെ? അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു, സലാം പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാജതു ഇബ്നു അബീ ത്വാലിബ്, എന്താണ് അബൂ ത്വാലിബിന്റെ മകന്റെ ആവശ്യം എന്താണ്? അപ്പൊ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഫാത്തിമയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ വ അഹ്ലൻ, മർഹബൻ വ അഹ്ല, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള സംസാരമാണ്. മർഹബൻ വ അഹ്ല എന്നിങ്ങനെ പറഞ്ഞു, സ്വാഗതം എന്നിങ്ങനെ പറഞ്ഞു. വേറെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അദ്ദേഹം അൻസാരികളുടെ അരികിലേക്ക് തിരിച്ചു പോയിട്ട് പറഞ്ഞു, റസൂലുള്ള അങ്ങനെ മർഹബൻ വ അഹ്ല എന്ന് പറഞ്ഞു എന്നല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അൻസാരികൾ പറഞ്ഞു, മർഹബൻ വ അഹ്ല, രണ്ടും റസൂലുള്ള പറഞ്ഞോ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ അത് തന്നെ മതിയായതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും പറഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു തരാൻ തയ്യാറാണ്, അവിടുന്ന് സന്തോഷവാനാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് അൻസാരികൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആ ആദ്യത്തെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ വരുന്നത് വരെ ഒന്നും ചെയ്യരുത്, ഇവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു. ആ വുളു എടുത്ത വെള്ളം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ഫീഹിമ, അല്ലാഹുവേ ഇവരിൽ രണ്ടുപേരിലും നീ ബറക്കത്ത് നൽകണമേ. വബാരിക് ലഹുമാ ഫീ ബിനാഇഹിമ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ദാമ്പത്യത്തിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണമേ എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അങ്ങനെ പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇടക്ക് പോയി അവരുടെ കാര്യങ്ങൾ തിരക്കാറുണ്ടായിരുന്നു, അവർക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ ജോലി ചെയ്ത് അവരുടെ കയ്യിന് ചെറിയ അസുഖങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആട്ടുകല്ല് പോലെയുള്ള ഒരു കാര്യം ഉപയോഗിച്ച് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ, കയ്യിൽ ചില മുറിവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു പരാതി പറയാൻ ജോലിയെടുത്ത് വയ്യാതായി, ഇപ്പോൾ വല്ല ഖാദിമിനെയും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല. റസൂലുള്ള വേറെന്തോ തിരക്കിൽ പോയതായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ കാര്യം അവതരിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയപ്പോൾ മുറിയിൽ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും കിടക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവർ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചു. റസൂലുള്ളാഹി അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ഞങ്ങളുമായി ചേർന്നിരുന്നു. എത്രത്തോളം എന്നാൽ അവിടുത്തെ ശരീരത്തിന് തണുപ്പ് എൻ്റെ നെഞ്ചത്തേക്ക് എടുക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഞങ്ങളോട് അടുത്തിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി, നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ച ഖാദിമിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ
അൽഹംദുലില്ലാ എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 34 തവണ എന്നിങ്ങനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരു ഖാദിമിനേക്കാൾ ഖൈറായതാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത ബന്ധം, വളരെ ആഴത്തിലുള്ള ബന്ധം, വൈകാരികമായ സ്നേഹബന്ധം അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറയാറുള്ള അസ്ഹാബുൽ കിസ എന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു പുതപ്പിന്റെ താഴെ ഒരുമിച്ച് കൂടിയവർ. അതെന്താണ് ആ സംഭവം? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പ് അത് ഇങ്ങനെ തലയുടെ മുകളിലൂടെ വിരിച്ചു പിടിച്ചു. എന്നിട്ട് ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരെ 4 ആൾക്കാരെ വിളിച്ചു കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 5 ആളുണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹഉലായി അഹ്ലു ബൈത്തി, അല്ലാഹു ഇവരെന്റെ കുടുംബമാണ്, വഖാസത്തി എന്റെ പ്രത്യേകക്കാരാണ്, ഇവരെ നീ എല്ലാ തിന്മകളിൽ നിന്നും നീ ശുദ്ധീകരിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ നോക്കുക, ആ ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടിയ കുടുംബക്കാർ, അതിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, ചില സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അലി റളിയല്ലാഹു അൻഹു ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇവരോട് അങ്ങേയറ്റം ബന്ധമുണ്ടായിരുന്നു. പക്ഷെ നോക്കി, ഇന്ന് ഷിയാക്കൾ അവരുടെ ചരിത്രങ്ങളിൽ പ്രചരിപ്പിച്ച് അതിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട ഭരണം, അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ ഇവരെ തട്ടിയെടുത്തതാണ്. അപ്പം അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശത്രുക്കളാണ് ഇവർ എന്ന രീതിയിലാണ് ചരിത്രത്തിനെ വളച്ചൊടിക്കുന്നത്. പക്ഷെ നോക്കൂ, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മക്കൾക്കിട്ട പേര് ഒന്ന് അബൂബക്കർ എന്നാണ്, ഉസ്മാൻ എന്നാണ്. തൻ്റെ ശത്രുക്കളുടെ പേര് ആരെങ്കിലും വേറെ ഏത് പേരിട്ടാലും തങ്ങളുടെ ശത്രുക്കളുടെ പേര് മക്കൾക്ക് ആരെങ്കിലും ഉള്ളൂ. അബൂബക്കർ, ഉസ്മാൻ എന്ന പേരുള്ള മക്കൾ അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മാത്രല്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഉമ്മു കുൽസൂമിനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പം നോക്കൂ, അടുത്ത ബന്ധം ഖലീഫമാർ തമ്മിലുണ്ടായിരുന്നു. അതല്ലാതെ ഈ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതുപോലെ ഇവർ പരസ്പരം ശത്രുക്കളായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിൽ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് നടന്നു പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു കുട്ടികളുമായി കളിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, വാ ബി അബി ശിബ്ഹുൻ നബി ലൈസ ശബീഹൻ ബി അലി. ആ ഹസൻ, നീ അലിൻ്റെ പോലല്ല കേട്ടോ, നീ നിന്റെ വല്ലിപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഹഖീഖത്തൻ അങ്ങനെയാണ്. പേരക്കുട്ടികളിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവുമായി സാദൃശ്യമുണ്ടായിരുന്നു. അപ്പോൾ നോക്ക്, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് തോളത്ത് വെച്ചിട്ട് പറയാണ്, ഹസൻ, നീ നിന്റെ വല്ലിപ്പാനെ പോലെയാണ്, നിന്റെ വാപ്പാനെ പോലെയല്ല. അപ്പോൾ അലിയുൻ യദ്ഹക്, ഇത് കണ്ടിട്ട് അലി റളിയല്ലാഹു അൻഹു അവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു തമ്മിലുള്ള ബന്ധം.
അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അഅ്ദമൻ നാസി അജ്റൻ ഫിൽ മസാഹിഫി അബൂബക്കർ സിദ്ദീഖ്. മുസ്ഹഫുകളുടെ കാര്യത്തിൽ ഏറ്റവും വമ്പിച്ച പ്രതിഫലം ലഭിക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം കാന അവ്വല മൻ ജമഅൽ ഖുർആന ബൈനൽ ലൗഹൈൻ, ഒരു പുസ്തകം രൂപത്തിൽ മുസ്ഹഫിനെ ക്രോഡീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പുകഴ്ത്തി പറയാണ്, ശത്രുക്കളല്ല, അദ്ദേഹത്തിന് പുകഴ്ത്തി പറയാണ് ചെയ്യുന്നത്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായുള്ള ബന്ധം നമ്മൾ പറഞ്ഞു, മകളെ വിവാഹം ചെയ്തു കൊടുത്തു. മാത്രല്ല സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് താബിഈയാണ്, അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ചരിത്രം എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്, എവിടെ മുതലാണ് ഹിജ്റ കലണ്ടർ ആരംഭിക്കേണ്ടത് എന്ന കാര്യം കൂടി ആലോചിച്ചു. ഹിജ്റ വർഷം എവിടെ മുതലാണ് ആരംഭിക്കേണ്ടത്, എന്താണ് അതിന് മാനദണ്ഡമായി വെക്കുക എന്ന കാര്യം ആലോചിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ആളുകളെ ഒരുമിപ്പിച്ചു. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് ശിർക്കിന്റെ നാട് ഉപേക്ഷിച്ചത് മുതൽ എന്ത് ചെയ്യുക, കണക്ക് കൂട്ടണം, അതാണ് നല്ലത്. നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അഭിപ്രായം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. അതേപടിയാണ് പിന്നീട് ഹിജ്റ അതിൻ്റെ വർഷം അത് കണക്ക് കൂട്ടപ്പെടുന്നത്. മാത്രല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അബൂ ലുഅ്ലു അൽ മജൂസി അവനെ കത്തി കൊണ്ട് കുത്തി, കൊലപ്പെടുത്താൻ വേണ്ടി കുത്തി. അദ്ദേഹത്തിൻ്റെ വയറ് കീറി, രക്തം അത് വാർന്നൊലിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ കുടല് പുറത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കട്ടിലിൽ വെച്ചു, അദ്ദേഹത്തിനെ കെടുത്തി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണം, മാ ഖല്ലഫ്ത അഹദൻ അഹബ്ബ ഇലയ്യ അൻ അൻഖ അല്ലാഹ ബിമിസ്ലി അമലിഹി മിൻ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉമർ, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരു അമലുമായാണ്. താങ്കളെക്കാൾ ഖൈറായ ഒരാളെ താങ്കൾക്ക് ശേഷം താങ്കൾ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുപോയിട്ടില്ല, താങ്കൾ അവശേഷിപ്പിച്ചിട്ടില്ല. താങ്കളെക്കാൾ ഖൈറായ ഒരാൾ താങ്കളുടെ പിൻഗാമിയായി അവശേഷിപ്പിക്കുന്നില്ല. താങ്കളെപ്പോലെയുള്ള അമലുകളുമായി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ, അള്ളാഹുവിനെ താങ്കളെപ്പോലുള്ള അമലായി കണ്ടുമുട്ടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈമുല്ലാ ഇൻ കുൻതു ലഅദുന്നു അൻ യജഅലക അല്ലാഹു മഅ സാഹിബൈക്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്, അള്ളാഹു താങ്കളുടെ രണ്ട് കൂട്ടുകാരന്മാരോടൊപ്പം ഒരുമിപ്പിക്കും. ഞാൻ എത്രയോ തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും അബൂബക്കറും പോയി, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും പ്രവേശിച്ചു, അങ്ങനെ ഞാനും അബൂബക്കറും ഉമറും എന്നിങ്ങനെ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരോടൊപ്പം തന്നെ അള്ളാഹു താങ്കളാക്കി തീർക്കും എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ബന്ധം. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ സയ്യറനി ഉസ്മാൻ ഇലാ സറാരിൻ ലസമിഅതു വഅതഅതു. ഉസ്മാൻ എന്നോട് മദീനക്ക് കുറച്ച് ദൂരം, കുറച്ച് മൈലുകൾ അപ്പുറമുള്ള സിറാർ എന്ന സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞയച്ചാൽ, എന്നോട് നടന്നു പോകാൻ പറഞ്ഞാൽ ഞാനത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. അത്രയും സ്ഥാനം ഞാൻ എൻ്റെ മനസ്സിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോട് വകവെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാം. മാത്രല്ല ഉസ്മാനും അലിയും രണ്ടാളുകളും ഭയങ്കര കൂട്ടുകാരാണ് എന്നാണ്.
എത്രത്തോളം എന്നാൽ അവരിങ്ങനെ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത് കണ്ട് ചില സ്വഹാബികൾ പറയും ഉപ്പയും ഉമ്മയും ഒത്ത രണ്ട് രക്തബന്ധുക്കളായ സഹോദരങ്ങളാണ് എന്ന് തോന്നിപ്പോകുന്ന അബൂ സഈദ് അൽ ഖുദ്രി, സ്വഹാബികളുടെ കൂട്ടത്തിൽ അബൂ സഈദ് അൽ ഖുദ്രി പറയാണ്, സ്വല്ലൈതു ളുഹറ ഹത്താ ദഖല ഉസ്മാൻ വഅലി അഹദുഹുമാ ആഖിദൻ ബിയദി സാഹിബി. ഒരിക്കൽ ഞാൻ ളുഹർ നിസ്കരിച്ചിരുന്നപ്പോൾ ഉസ്മാനും അലിയും രണ്ടാളും കൈ ചേർത്ത് പിടിച്ചിട്ട് താൻ വരുന്നു. കഅന്നഹുമാ അഖവാനി ലഅബിൻ വ ഉമ്മിൻ, രണ്ടാളും വാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങളെപ്പോലെ കൈ ചേർത്ത് പിടിച്ച് അവർ രണ്ടാളും വരിക എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായുള്ള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധം ഇതായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹം ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ഖവാരിജുകളുടെ കൈകളാൽ അദ്ദേഹം ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അവിടെ മുതൽ ഇസ്ലാമിക ലോകത്ത് വലിയ വലിയ കലഹങ്ങളുണ്ടായി, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ സ്വഹാബികൾ തമ്മിൽ തന്നെ പലതരത്തിലുള്ള അനിഷ്ടകരമായ കാര്യങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി. സഫീൻ യുദ്ധം പോലെ, ജമൽ യുദ്ധം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ അദ്ദേഹം പറയാണ്, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഈ പറഞ്ഞ ഖവാരിജികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇതാ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് അദ്ദേഹം വാതിൽ കുറ്റിയിട്ടു. അങ്ങനെ ജനങ്ങളെല്ലാവരും വന്ന് വാതിലിൽ അടിക്കാനും മുട്ടാനും തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന ഹാദാ റജുല ഖദ് ഖുതില വലാ ബുദ്ദ ലിന്നാസി മിൻ ഖലീഫ. ഉസ്മാൻ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾക്കൊരു ഖലീഫയെ വേണം, നിർബന്ധമാണ്. വലാ നഅലമു അഹദൻ അഹഖ ബിഹാ മിൻക, അതുകൊണ്ട് താങ്കളെക്കാൾ ഉസ്മാനിന് ശേഷം ഖലീഫയാകാൻ അർഹതയുള്ള മറ്റാരെയും ഞങ്ങൾക്കറിയുകയില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്നെ നിങ്ങൾക്ക് വേണ്ട, ഞാൻ ഖലീഫയാവുകയില്ല. കാരണം ഞാൻ നിങ്ങൾക്കൊരു ഉപദേശകനായി, ഒരു വസീറായി നിലകൊള്ളുക എന്നുള്ളതാണ് ഞാൻ ഖലീഫയാകുക എന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത്. പക്ഷെ ജനങ്ങൾ കൂട്ടാക്കിയില്ല. ജനങ്ങൾ പറഞ്ഞു, താങ്കളെക്കാൾ ഖലീഫയാകാൻ അർഹതയുള്ള മറ്റാരുമില്ല. അങ്ങനെ അദ്ദേഹം നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു. അദ്ദേഹം നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു, നിങ്ങൾ എന്നെ ഖലീഫയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് നിങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ടത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ്. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ വെച്ച് ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് നൽകി. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് നൽകി. അപ്പൊ നോക്കി, ഇങ്ങനെയാണ് അദ്ദേഹം ഖലീഫയാകുന്നത്. അദ്ദേഹത്തിന് നിർബന്ധിച്ച് ഖലീഫയാക്കിയതാണ്. അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായിരുന്നു. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക ബിദ്ദമി ഉസ്മാൻ. പല ആളുകൾക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, ആ കാലഘട്ടത്തിൽ തന്നെ ഷാമുകാരായ ആളുകൾക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹു കൂട്ടുനിന്നു. അതല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളികൾ അവരെ അലി റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ തെറ്റിദ്ധാരണ
ഷാമിലെ ചില ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകൾക്കുള്ള കാരണം പലതുമായിരുന്നു. ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ സ്വഹാബികൾക്കിടയിൽ 2 കക്ഷികളുണ്ടായി. ഒരു വിഭാഗം ആളുകൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പകരം ചോദിക്കണം. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു പകരം ചോദിക്കാം, പക്ഷെ ഭരണം സ്ഥിരപ്പെടട്ടെ. ഒരു ഖലീഫ ഉണ്ടായി അദ്ദേഹത്തിന്റെ കീഴിൽ ഭരണം സുസ്ഥിരമായി സ്വസ്ഥമായി മുന്നോട്ട് പോയാൽ നമുക്ക് ഉസ്മാന് പകരം ചോദിക്കാം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഘാതകരെ പെട്ടെന്ന് തന്നെ വധിക്കാൻ, അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാൻ, പകരം ചോദിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലും മറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഷാമുകാർ അവർക്ക് എത്തിയ വിവരം അത് വിപരീതമായ രീതിയിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ അലി റളിയല്ലാഹു അൻഹു സഹായിക്കുകയാണ്, അവരെ പിടിച്ചു നിർത്തുകയാണ്. എന്നാൽ മറ്റ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോരക്ക് പകരം ചോദിക്കണം എന്ന് പറയുന്ന സ്വഹാബിമാരെ അദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന ഒരു കിംവദന്തി ഷാമുകാർക്കിടയിൽ പുറപ്പെട്ടു. അപ്പോ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിൻ ദമി ഉസ്മാൻ, അല്ലാഹുവേ എനിക്ക് ഉസ്മാനിന്റെ ചോരയുമായി അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. വലഖദ് താശ അഖ്ലി യൗമ ഖുതില ഉസ്മാൻ, ഉസ്മാൻ മരിച്ചപ്പോൾ എൻ്റെ ബുദ്ധി ആകെ മരവിച്ചു പോയിരുന്നു. വഅൻകറതു നഫ്സി വഅൻകറത് നഫ്സി, എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വിഷമമായിരുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലെ സങ്കടം കാരണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുഃഖം കാരണം അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നേരെ പോയി ബൈഅത്ത് ആവശ്യപ്പെടുകയും അദ്ദേഹം ഖലീഫയായി കയറുകയാണോ ചെയ്തത്? അല്ല. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ബൈഅത്തുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇവിടെ ഉസ്മാൻ അദ്ദേഹത്തിന്റെ ശരീരം ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലായികത്തുകളും ഉസ്മാനിനോട് ലജ്ജിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉസ്മാൻ അദ്ദേഹത്തിനെ കൊല ചെയ്ത ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ്, അതിനു മുമ്പ് തന്നെ ഞാൻ എങ്ങനെയാണ് ഖലീഫയാവുക? ഞാൻ ലജ്ജിക്കുന്നു ആ കാര്യത്തിൽ. ഞാനൊരു ഖലീഫയാകാൻ ലജ്ജിക്കുന്നു. ഉസ്മാന്റെ ഘാതകർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഉസ്മാൻ അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു ഖലീഫയാവുകയോ എന്ന് അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ജനങ്ങൾ ബൈഅത്തിന് വന്ന ജനങ്ങളൊക്കെ പിന്തിരിഞ്ഞു പോയി. പിന്നീട് വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിന് ശേഷം ജനങ്ങൾ വന്ന് വീണ്ടും ബൈഅത്ത് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയണം, അല്ലാഹുമ്മ ഇന്നി മുഷ്ഫിഖുൻ മിമ്മ അഖ്ദമു അലൈഹി, അല്ലാഹുവേ ഞാൻ ഇനി എടുത്തു വെക്കുന്ന പടികൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ ഖലീഫയാകുന്നു എന്ന വിഷയത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഖലീഫയാവുകയാണ്, ഞാൻ ബൈഅത്ത് സ്വീകരിക്കുകയാണ് എന്ന് അള്ളാഹുവിനോട് അലി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് മനസ്സിലായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി അദ്ദേഹത്തിനെ കൊല ചെയ്ത ആളുകളുമായി അലി റളിയല്ലാഹു അൻഹുവിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇസ്ലാം ഒരുപാട് വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ സമ്പദ് വ്യവസ്ഥ അത് വളരെ ഏറ്റവും നല്ല രൂപത്തിലായി.
ഇസ്ലാമിൻ്റെ ഖജനാവുകൾ ബൈത്തുൽ മാൽ അത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിറഞ്ഞു. അങ്ങനെ ഇസ്ലാം വ്യാപിച്ചു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും ബൈത്തുൽ മാലിൽ സമ്പത്ത് അദ്ദേഹം അവശേഷിപ്പിക്കുകയില്ല. അദ്ദേഹം മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്യും. ഒന്നുപോലും അവിടെ എന്ത് ചെയ്യൂല, ബാക്കി വെക്കുകയില്ല. ഒരിക്കൽ ഇതുപോലെ സ്വർണവും വെള്ളിയും സമ്പത്തും അത് ബൈത്തുൽ മാലിൽ മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ അതിൽ വന്നു നിറഞ്ഞപ്പോൾ അദ്ദേഹം അത് മുസ്ലിമീങ്ങൾക്ക് വീതം വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ബൈത്തുൽ മാൽ, ആ ഖജനാവ് നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു വൃത്തിയാക്കുക, എന്നിട്ട് അതിൽ വെള്ളം കുടയുക. എന്നിട്ട് അവിടെ അടിച്ചു വൃത്തിയാക്കി വെള്ളം കുടഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാ 2 റക്അത്ത് അവിടെ നിസ്കരിച്ചത്? ഖിയാമത്ത് നാളിൽ അലി റളിയല്ലാഹു അൻഹു ഒന്നും ജനങ്ങൾക്ക് തടഞ്ഞു വെച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ആ ഖജനാവ്, അദ്ദേഹത്തിൻ്റെ ആ നിസ്കാരം അത് സാക്ഷിയാകുന്നതിന് വേണ്ടി അലി എന്നവരൊന്നും തടഞ്ഞു വെച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷിയാകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങും, അങ്ങാടിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനോട് ഭയപ്പെടാൻ, അതുപോലെ തന്നെ കച്ചവടത്തിൽ നീതിയും ന്യായവും ഉണ്ടാകുവാൻ, അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുവാൻ ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു ഖലീഫയാണ് ചെയ്യുന്നത്, ഒരു ഭരണാധികാരി നേരിട്ട് വന്ന് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളോട് നേരിട്ട് അദ്ദേഹം പറയണം, നിങ്ങൾ തഖ്വ പാലിക്കണം, കച്ചവടത്തിൽ നീതി ഉണ്ടാകണം, അതുപോലെ തന്നെ നിങ്ങൾ അളവും തൂക്കവും അത് ശ്രദ്ധിക്കണം, അതിൽ കൃത്യതയുണ്ടാകണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, അമാ ഇന്നക സതൽഖാ ബഅദി ജഹ്ദൻ, എനിക്ക് ശേഷം അലി താങ്കൾ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അലി റളിയല്ലാഹു അൻഹു പേടിച്ചത് ദീന് നഷ്ടമാകുമോ, താൻ സംരക്ഷിക്കുന്ന നിലകൊള്ളുന്ന ദീൻ അത് കേടുവന്നു പോകും, അത് സുരക്ഷിതമായി നിലകൊള്ളുമോ എന്നതാണ് അലി റളിയല്ലാഹു അൻഹു പേടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ ദീനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പേടിക്കേണ്ടതില്ല, താങ്കളുടെ ദീനിൽ ഒരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കളും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയും 2 എതിർ കക്ഷികളായി വരും, നിങ്ങൾക്കിടയിൽ എതിരഭിപ്രായം ഉണ്ടാകും. അപ്പോഴും അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അപ്പോൾ എൻ്റെ ദീൻ നഷ്ടപ്പെട്ട് ഞാൻ ദൗർഭാഗ്യവാനാകും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നീ ആയിരിക്കും സത്യത്തിനോട് അടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ റസൂലെ? എൻ്റെ ഭാര്യ ആയിഷയെ, അവളോട് നീ സൗമ്യത പുലർത്തണം, അവളെ സുരക്ഷിതമായി നീ അവളുടെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും. അപ്പം നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജമൽ യുദ്ധം ഉണ്ടാകുന്നത്. എന്താണ് ജമൽ യുദ്ധം എന്ന് പറഞ്ഞാൽ? പല തെറ്റിദ്ധാരണകളും അതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ വാളെടുത്ത് പോരാടി, ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടു. അതുപോലെ തന്നെ ഭരണത്തിനെ അത് പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായി സ്വഹാബികൾ തമ്മിലടിച്ചു എന്നിങ്ങനെ സ്വഹാബികളെ മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചർച്ചകൾ ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. എന്താണ് ജമൽ യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം? നമ്മൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം
സ്വഹാബികൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഭരണം സ്ഥിരപ്പെടട്ടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പകരം ചോദിക്കാം. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബിമാർ പറഞ്ഞു, ഇല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഘാതകരെ ആദ്യം വധിക്കാം. അപ്പൊ അതിനു വേണ്ടി അവർ ഒരുമിച്ച് കൂടി. മക്കയിൽ നിന്ന് അവർ പുറപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ, തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. കൂഫയിൽ നിന്നും അതുപോലെ തന്നെ ബസ്രയിൽ നിന്നും ഒരുപാട് ആളുകൾ ഇതേ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പരസ്പരം ഒന്നിച്ച് അവർ പുറപ്പെട്ടു. ഷാമിൽ നിന്നും അതുപോലെ തന്നെ ബസ്രയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഒരുമിച്ച് പുറപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ചർച്ച ഉണ്ടാകണം, ഇതൊരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതോ ഒരു കലഹം ഉണ്ടാക്കാൻ വേണ്ടി ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിയതൊന്നുമല്ല. കാര്യത്തിൽ ചർച്ചയുണ്ടാകണം, സുൽഹുണ്ടാകണം, നന്മയുണ്ടാകണം. അങ്ങനെ അവിടെ ചർച്ചയുണ്ടായി, രണ്ട് സംഘങ്ങൾക്കിടയിലും ചർച്ചയുണ്ടായി. കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു അവരെ സമാധാനിപ്പിച്ചു. ഉസ്മാനിന്റെ ഘാതകരെ പകരം ചോദിക്കുക തന്നെ ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. രണ്ടു കൂട്ടരും ശാന്തമായി അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഘത്തിൽ ജൂതചാരനായ അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കിത് പിടിച്ചില്ല. കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടപ്പോൾ എന്തുണ്ടായി? അവരുദ്ദേശിച്ച ഫിത്ന നടന്നില്ല, യുദ്ധം ഉണ്ടായില്ല. അപ്പോൾ അവർ തന്നെ പരസ്പരം രണ്ട് സംഘങ്ങളിലേക്കും അമ്പെയ്തു. യുദ്ധം അവരാണ് പൊട്ടിപ്പുറപ്പെടുപ്പിച്ചത്. അപ്പൊ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്വഹാബികൾ കാണുന്ന യുദ്ധം ആരംഭിച്ചതായ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള ആളുകൾ അവർ വിചാരിച്ചു അലി നമ്മളെ ചതിച്ചു എന്ന്. അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചു അവർ നമ്മളെ ചതിച്ചു എന്ന്. രണ്ടു കൂട്ടർക്കും തെറ്റിദ്ധാരണ ഉണ്ടായി. അങ്ങനെയാണ് വലിയ യുദ്ധം ഉണ്ടായത്. ഒരുപാട് സ്വഹാബികൾ മരണപ്പെട്ടു. സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു അവരെപ്പോലുള്ള സ്വഹാബത്ത് മരണപ്പെട്ടു. ധാരുണ്ടാക്കിയ ഈ ഫിത്ന ഉണ്ടാക്കിയതാരാ? ജൂതചാരന്മാർ. അവരുണ്ടാക്കിയ ഫിത്നയാണ്. അതല്ലാതെ സ്വഹാബികൾ തമ്മിൽ തീരുമാനിച്ചുറപ്പിച്ച് ധാരണയായി ഒരു ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പരസ്പരം കലഹിച്ച യുദ്ധമല്ല, ഫിത്ന ഉണ്ടാക്കിയതാണ്. ഈ യുദ്ധം അവസാനിക്കാതെ തീ പോലെ പടർന്ന് പന്തലിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും ആളെ അയച്ചു, യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നിർത്താനായില്ല. അത് പടർന്നു പന്തലിക്കാണ് ഉണ്ടാകുന്നത്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്. അവർക്കൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകം അത് ഇരുന്നുപോയി. അതോടുകൂടിയാണ് പിന്നെ ആ യുദ്ധം നിൽക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയെ സുരക്ഷിതമായി എത്തിക്കണമെന്ന ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ ആ യുദ്ധം അവിടെ ആ ഒട്ടകം ഇരുന്നതോടുകൂടി ആ യുദ്ധം അവിടെ അവസാനിക്കാനുണ്ടായിരുന്നത്. ഇതാണ് ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ സ്വഹാബികൾ ഉത്തരവാദികളെയല്ല. സ്വഹാബികൾ അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ അത് ചികഞ്ഞന്വേഷിക്കുകയോ സ്വഹാബികളെ കുറിച്ച് മോശമായി നമ്മൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരുടെ വിഷയത്തിൽ രണ്ട് കക്ഷികളായി. ആ രണ്ട് കൂട്ടർക്കും അവരുടേതായ ഇജ്തിഹാദുണ്ട്. അവർക്ക് തെറ്റ് പറ്റിയാലും ശരി പറ്റിയാലും അവർക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് പ്രതിഫലമുണ്ട്. അവരുടെ ന്യൂനതകൾ, അവർ ചെയ്ത നന്മകൾ, അത് അവരുടെ ന്യൂനതകളെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള നന്മകളാണ്.
രണ്ട് കൂട്ടർ സ്വഹാബികളെയും നമ്മൾ മോശമായി നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരാൻ പാടില്ല. അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ അമിതമായി തലയിടാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. അപ്പോൾ നോക്കൂ, ഈ ജമൽ യുദ്ധത്തിൽ ഇങ്ങനെ വലിയ വിഷമങ്ങളുണ്ടായി. അപ്പുറത്തെ ആയിഷ റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനും വലിയ സങ്കടമുണ്ടായി. ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ, അവർ മക്കയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പേരിൽ, അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ പേരിൽ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് അവർ ചിന്തിച്ചു പോയി. അത്രത്തോളം സങ്കടകരമായ കാര്യങ്ങൾ, ഒരുപാട് സ്വഹാബത്ത്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് ജബൽ യുദ്ധത്തിന്റെ വേളയിൽ, യാ ഹസൻ, അല്ലയോ മകനെ ഹസനെ, ലൈത അബാക മാത മിൻ 20 സന, ഈ ജമൽ സംഭവിക്കുന്നതിന് 20 കൊല്ലം മുമ്പ് തന്നെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാം. അപ്പൊ നോക്കൂ, അലി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ യുദ്ധമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വദിത്തു അന്നി ലം അസിർ മസീരി മഅ ഇബ്നു സുബൈർ, ഇബ്നു സുബൈർ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നോക്കൂ, സ്വഹാബികൾ അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടല്ല, സുൽഹിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇങ്ങനെ ഒന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് അങ്ങേയറ്റത്തെ ഖേദമുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിന് വേണ്ടി, ഈ സുൽഹിന് വേണ്ടി കൂഫയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പുറപ്പെടുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു തടഞ്ഞിരുന്നു, പോകണ്ട എന്ന് പറഞ്ഞു. 20 കൊല്ലം മുമ്പ് തന്നെ മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഹസൻ പറഞ്ഞു, വാപ്പാ, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നതല്ലേ ഇറങ്ങി പുറപ്പെടണ്ട എന്ന്. അലി റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാണ്, കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമുക്ക് സ്വഹാബികൾ നിരപരാധികളാണ്. അവർ കലഹിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സുഫീൻ യുദ്ധം, അതും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നതാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആളുകളുമായി പുറപ്പെട്ടു. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്ന് സുഫീനിലേക്ക് പുറപ്പെട്ടു. ഇവിടെ ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി, ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു യുദ്ധമല്ല. അങ്ങനെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വന്നതല്ല. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം അംഗീകരിച്ചിരുന്നു തന്നേക്കാൾ ഖലീഫയാകാൻ പ്രാപ്തനായത്, ശ്രേഷ്ഠനായത് അലി റളിയല്ലാഹു തന്നെയാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഘാതകരെ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ ഘാതകരെ പകരത്തിന് പകരം ചോദിക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം അത്തരം കാര്യങ്ങൾ, സങ്കടകരമായ സ്വഹാബികൾക്കിടയിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക. അസ്സുകൂതു അമ്മാ ശജറ ബൈനഹും, സുന്നത്തി വൽ ജമാഅത്ത് നിലപാട് അതാണ്. സ്വഹാബികൾക്കിടയിൽ നടന്ന സംഭവങ്ങൾ അതിൽ മൗനം പാലിക്കുക. അല്ലാ യഖൂദ ഫി ഹാദിഹിൽ ഉമൂർ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത്തരം കാര്യങ്ങൾ അത് ചകഞ്ഞന്വേഷിക്കുക, അത്തരം കാര്യങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരന്ന് അന്വേഷിക്കുക എന്നുള്ളത് അത് നമുക്ക് ചേർന്ന പണിയല്ല. സ്വഹാബികൾ അവരുടെ അമലുമായി അവർ പിരിഞ്ഞുപോയിരിക്കുന്നു. നമ്മൾ അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക. അവർക്ക് രണ്ടു കൂട്ടർക്കും അവരുടേതായ ഇജ്തിഹാദുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ ഉയർത്തിയിട്ടുള്ളതാണ്. അവരുടെ ന്യൂനതകളെ കവച്ചു വെക്കുന്നതാണ് അവരുടെ നന്മ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും, സുഫീൻ, ജമൽ യുദ്ധങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട്
സിഫീൻ യുദ്ധത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് എൻ്റെ നാവ് കേടാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കൈകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി നാവ് അതുകൂടി അതിൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ എൻ്റെ നാവ് കേടാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയും. സുഫീനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിഫീൻ യുദ്ധം അത് ഒരു കരാറിൽ, ഒരു മധ്യസ്ഥ ചർച്ചയിലാണ് അത് അവസാനിക്കുന്നത്. അവസാനം അത് യുദ്ധം അവസാനിക്കുന്നത് ഒരു മധ്യസ്ഥ ചർച്ചയിലാണ്, ഒരു കരാറിലാണ് അത് അത് അവസാനിക്കുന്നത്. നമുക്കറിയാം മുആവിയ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയാക്കിയപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത കുടുംബക്കാരനായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വലിയ വേദന ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണത്തിൽ കയറുന്നതിന് മുമ്പ്, ഖലീഫയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പകരം ചോദിക്കണം. അതാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ മുആവിയയെ ഏൽപ്പിക്കുന്നത് വരെ അലി റളിയല്ലാഹു അൻഹുവിന് ഞാൻ ബൈഅത്ത് ചെയ്യുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗവർണർ സ്ഥാനം, ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി, ബൈഅത്ത് ചെയ്യാത്തത് കൊണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ആ ഗവർണർ സ്ഥാനം മാറ്റി. അപ്പോൾ സിഫീൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഉണ്ടായിരുന്ന കരാർ എന്താണ്? രണ്ടു കൂട്ടരും മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം യുദ്ധം അവസാനിപ്പിക്കാം, ഇനി എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന മധ്യസ്ഥ ചർച്ച കരാർ എന്തായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിൽ ഗവർണറായി തുടരുക, അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ ഖലീഫയായി തുടരുക, നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇവരെ ചർച്ചയ്ക്ക് മധ്യസ്ഥന്മാരാക്കി എടുത്ത തീരുമാനമാണ് യുദ്ധം അവസാനിക്കുക, ചർച്ചകൾ റമദാനിലേക്ക് നീട്ടിക്കൊണ്ടുപോകാം. ഇപ്പോഴുള്ള അവസ്ഥയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായി ഷാമിൽ തുടരുക, അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി കൂഫയിൽ തുടരുക എന്ന രീതിയിൽ ആ യുദ്ധം അവസാനിച്ചു. ഇങ്ങനെ രണ്ടു കൂട്ടരും നല്ല രൂപത്തിലാണ് പിരിഞ്ഞത്. പക്ഷെ നോക്കൂ, ഈ ചരിത്രമൊന്നും ആർക്കും അറിയില്ല. സ്വഹാബികൾ തമ്മിലടിച്ചു, ഭരണത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു എന്നിങ്ങനെ സ്വഹാബികൾക്കിടയിലുള്ള വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി ആളുകൾ ഇതിന് ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ അവർക്ക് ഇടയിലുണ്ടായ സുൽഹ്, ഉണ്ടായ കാര്യങ്ങൾ പരിഹരിക്കുന്ന വിഷയങ്ങൾ അത് ആരും പറയുകയില്ല. ഈ രൂപത്തിൽ സിഫീൻ യുദ്ധം അവസാനിച്ചു പോയി. അതിനുശേഷമാണ് പിന്നെ നെഹ്റാൻ യുദ്ധം ഉണ്ടാകുന്നത്. അത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ചെയ്ത മഹത്തായ ഖവാരിജികൾക്കെതിരെയുള്ള യുദ്ധമാണ്. ജമൽ, സിഫീൻ യുദ്ധങ്ങൾ അത് വളരെ സങ്കടകരമായ യുദ്ധമാണ് എങ്കിൽ, അതിൻ്റെ പേരിൽ വളരെ സങ്കടപ്പെട്ടു എങ്കിൽ, നെഹ്റാനിൽ ഖവാരിജികൾ കൊല്ലപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹുവിനോട് ശുക്റിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ട്. നെഹ്റാനിലെ ഖവാരിജികളുമായുള്ള യുദ്ധം അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിലുണ്ടായിരുന്ന വളരെ വലിയ മേന്മകളിൽപ്പെട്ടതായിരുന്നു. മറ്റേ രണ്ടും സങ്കടകരമായ കാര്യമാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില വിഷയങ്ങൾ. എന്നാൽ നെഹ്റാൻ യുദ്ധം അതെങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ പറഞ്ഞു, സിഫീൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ തഹ്കീം ഉണ്ടായി, അഥവാ മധ്യസ്ഥ ചർച്ച ഉണ്ടായി, ഒരു കരാറിൽ പിരിഞ്ഞു. പക്ഷെ ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖവാരിജികൾ അംഗീകരിച്ചിരുന്നില്ല.
ആ കരാറിലായി ആ യുദ്ധം തിരിച്ചു വന്നപ്പോൾ കൂഫയിലെ ഖവാരിജികൾ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രയാസം ഉണ്ടാക്കി. അവരവിടെ ബഹളമുണ്ടാക്കി. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാണ് വിധിക്കാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് അലി, താങ്കൾ ഒരാളെ മധ്യസ്ഥ ചർച്ചയ്ക്ക് വെച്ച് താങ്കൾ സ്വയം തീരുമാനിക്കുകയാണ് ഇവിടെ ചെയ്തത്. അത് ശരിയായില്ല. അള്ളാഹുവിനാണ് വിധി അത് പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളത് എന്നിങ്ങനെ ഇവര് ഖുർആൻ ഓതി അലി റളിയല്ലാഹു അൻഹുവിനോട് ആക്രോശിക്കാൻ, ബഹളമുണ്ടാക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ അവർ അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് അദ്ദേഹത്തിനെ കൊന്നു. ഖവാരിജികൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, ആ ഭാര്യ ഗർഭിണിയായിരുന്നു, അവരുടെ വയറ് കീറി കൊലപ്പെടുത്തി. വലിയ അക്രമങ്ങൾ ഖവാരിജികൾ ചെയ്തു. അതിനു മുമ്പ് അലി റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കാൻ പോയിരുന്നു. അവർ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണുള്ളത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ യുരീദു ബിഹിൽ ബാത്തിൽ, നല്ല വാക്കാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ബാത്തിലാണ്, അസത്യമാണ്. അപ്പൊ ഖവാരിജികൾ അവരെ ആക്രോശിച്ചു കൊണ്ടിരുന്നു, അള്ളാഹുവിന്റെ കിതാബ് അതുകൊണ്ട് വിധിക്കുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഒരു മുസ്ഹഫ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദാ ഈ മുസ്ഹഫെ നീ ഇതാ ഇവർക്കിടയിൽ വിധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഖവാരിജികൾ പറഞ്ഞു, എങ്ങനെയാണ് അലി മുസ്ഹഫ് വിധിക്കുക, അത് ഒരു കടലാസല്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്നെയാണ് ഞാൻ പറയുന്നത്, മുസ്ഹഫിലുള്ള കാര്യങ്ങൾ അത് നന്മയും തിന്മയും പരിഗണിച്ച് അതിനുള്ള നിയമം തന്നെയാണ് ഞാനും പറഞ്ഞത്, അത് തന്നെയാണ് ഞാനും നടപ്പിലാക്കിയത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായാൽ എങ്ങനെ രമ്യമായി പരിഹരിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കരാറിൽ ഏർപ്പെട്ടത്, അതേ മാതൃകയിലാണ് ഞാനും മുആവിയയും കരാറിൽ ഏർപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എന്താ ഉണ്ടായത്? ഹുദൈബിയ സന്ധിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ പേരെഴുതാൻ സമ്മതിച്ചോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്തില്ല. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന രീതിയിൽ എഴുത്തു വന്നപ്പോൾ അതും അവർ വെട്ടിമാറ്റാൻ പറഞ്ഞു. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് ഞാൻ പിൻപറ്റിയത്, ഖുർആനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വിധിച്ചത് എന്ന് അവർക്ക് മാന്യമായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഖവാരിജികൾ അവരിലെല്ലാവരും വലിയ ഖുർആൻ പാരായണക്കാരായിരുന്നു. ഖുർആനിന്റെ ആളുകൾ, ഖുർആനിലുള്ളത് എന്നിങ്ങനെ അവർ ആക്രോശിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവരരികിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദാ ഖുർആനിലെ ഏറ്റവും വിവരമുള്ള ആളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിനേക്കാൾ ഖുർആനിൽ അറിവുള്ളവരായി ഇന്നിവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ചില ആളുകൾ പറഞ്ഞു, ഖവാരിജികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, അതെ ഇബ്നു അബ്ബാസ് അദ്ദേഹം ഖുർആനിൽ വലിയ വിവരമുള്ളയാളാണ്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേൾക്കും, അദ്ദേഹം പറഞ്ഞതിൽ സത്യമുണ്ട് എങ്കിൽ ഞങ്ങൾ കേൾക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി സംവാദം നടത്തി, അവരുമായി സംസാരിച്ചു. ഒരുപാട് ആളുകൾ, 4000-ൽ വരുന്ന ആളുകൾ ഖവാരിജിയത്ത് വിട്ട് നല്ല രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് മാറി. അങ്ങനെ മാറിയതോടുകൂടി അലി റളിയല്ലാഹു അൻഹു അവരോട് കരാർ വെച്ചു, ഇത് അവിടെ നല്ല നിലയിൽ പിരിയാണ്, ഇനി ഇവിടെ ആരും പ്രശ്നമുണ്ടാക്കരുത്, ആരും നിരപരാധികളെ കൊല്ലരുത്, ആരും പ്രശ്നമുണ്ടാക്കരുത്, മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ദിമ്മികളായ കുഫാറുകൾ അവരെ പോലും കൊല്ലാൻ പാടില്ല എന്നിങ്ങനെ കരാറ് വെച്ച് പിരിഞ്ഞു.
എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഖവാരിജികൾ ഈ കരാറുകൾ ലംഘിക്കുകയും അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ക്രൂരമായി കൊല്ലുകയും ചെയ്തു. ഇതറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു നെഹ്റാനിലേക്ക് ഖവാരിജികളുമായി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ വിജയിച്ചു. ഖവാരിജികൾ ഒന്നടങ്കം അവിടെ പരാജയപ്പെട്ടു. ഒരുപാട് ഖവാരിജികൾ കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്രിൻ്റെ സുജൂദ് നിർവഹിക്കുകയും ചെയ്തു. ഇതാണ് നെഹ്റാൻ യുദ്ധം. ഇത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി സൂചന നൽകിയിരുന്നു. ഒരിക്കൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ എഴുന്നേറ്റു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് പൊട്ടിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ ചെരുപ്പ് നേരാക്കാൻ വേണ്ടി അവിടെ നിന്നും ആ ചെരുപ്പ് നേരാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ചങ്ങോട്ട് നടന്നു. എന്നിട്ട് കുറച്ചപ്പുറത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കാത്ത് ഞങ്ങൾ നിന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇന്ന മിൻകും മൻ യുഖാതിലു അലാ തഅവീലി ഹാദൽ ഖുർആനി കമാ ഖാതൽതു അലാ തൻസീലിഹി. ഈ ഖുർആനിന്റെ അവതീർണത്തിന് ഞാൻ യുദ്ധം ചെയ്തതുപോലെ ഈ ഖുർആനിന്റെ യഥാർത്ഥ ആശയത്തിനെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ യുദ്ധം ചെയ്യും. മനസ്സിലായോ? ഈ ഖുർആൻ അവതരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പോരാടിയിട്ടുണ്ട് മക്കയിലെ മുശ്രിക്കുകളോട്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ഖുർആനിന്റെ വിശദീകരണം സംരക്ഷിക്കുവാൻ ഒരുവൻ യുദ്ധം ചെയ്യും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളാരുമല്ല, ആ ചെരുപ്പ് നേരാക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഈ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതൊക്കെ എപ്പോഴോ അറിഞ്ഞിരിക്കുന്നു എന്ന ഭാവത്തിൽ നിന്ന് അപ്പോൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ അത് അറിയിച്ചിട്ടുണ്ട്. ഖവാരിജികളുമായിട്ടുള്ള യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആ ഖവാരിജികളെ കണ്ടുമുട്ടുകയല്ല, അഖ്തുലന്നഹും ഖത്ല ആദ്, ആദ്കാരെയും സമൂദുകാരെയും ഒക്കെ നശിപ്പിച്ചതുപോലെ അവരെ ഞാൻ അങ്ങനെ കൊല്ലുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവാദിത്തമാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. നെഹ്റാൻ യുദ്ധം കഴിഞ്ഞു. പിന്നെ രംഗമൊന്ന് തണുത്തു, നല്ല അവസ്ഥയിലേക്ക് പോയി. 2 കൊല്ലം. ആ 2 കൊല്ലത്തിനിടയിൽ ഖവാരിജികളിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുൽജിം, അവനും അവനോടൊപ്പം അവൻ്റെ 2 കൂട്ടുകാരും വന്ന് അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും ഒരേ ദിവസം കൊലപ്പെടുത്താൻ വേണ്ടി അവർ തീരുമാനിക്കണം. അപ്പോൾ നോക്കൂ, അലി റളിയല്ലാഹു അൻഹു ഷഹീദായി കൊണ്ടാണ് മരിക്കുന്നത്. അദ്ദേഹം ഷഹീദായി വളരെ ക്രൂരമായി കൊല്ലപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷഹീദാണെന്നുള്ളത്. ഉഹദിൻ്റെ മേലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും കയറിയപ്പോൾ ഉഹദ് ഒന്ന് കുലുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഉസ്ബുത് ഉഹദു ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, ഒന്ന് കുലുങ്ങാതെ നിൽക്ക്, എൻ്റെ മേലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുകളുമാണ്. മാത്രമല്ല മറ്റ് റിവായത്തുകളിലും ഇത് കാണാൻ സാധിക്കും. ഒരിക്കൽ ഹിറാ പർവ്വതത്തിൻ്റെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മറ്റു ചില സ്വഹാബികളും ഉണ്ടായിരുന്നു. ആ പാറ ഒന്ന് വിറച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ പറഞ്ഞു, ഇല്ല,
ശാന്തത പാലിക്കുക. ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. നിന്നോടൊപ്പമുള്ളത് ഒരു സിദ്ദീഖും ഒരു നബിയും ഒരു ഷഹീദുമാണ്. അലി റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യംഗ്യമായി മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നവൻ അവൻ ഏറ്റവും ദൗർഭാഗ്യവാനായവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂ തുറാബ് അലാ ഉഹദ്ദിസുകുമാ ബിഅഷ്ഖൻ നാസി റജുലൈനി, ഏറ്റവും ദൗർഭാഗ്യവാനായ രണ്ടാളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹൈമിറു സമൂദ അല്ലദി അഖറ അന്നാഖ, സമൂദിലെ ആ ഒട്ടകത്തിനെ വെട്ടിയ ആ ചുവന്ന കളറുള്ളവൻ, അവനാണ് ഒരു ശഖി, ഒരു ദൗർഭാഗ്യവൻ. എന്നാൽ രണ്ടാമത്തേത് വല്ലദി യദ്രിബുക യാ അലിയു ഹാദിഹി ഹത്താ തുബല്ല മിൻഹു ഹാദിഹി, അലി റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ച് തലയിൽ തട്ടിയിട്ട് പറഞ്ഞു, നിന്നെ ഇവിടെ വെട്ടി അതിലെ ചോര നിന്റെ താടി കുതിരുമാറ് നിന്നെ പരിക്കേൽപ്പിക്കുന്ന, നിന്നെ കൊല്ലുന്നവനായ അവനാണ് രണ്ടാമത്തെ ഏറ്റവും ശഖിയായ ദൗർഭാഗ്യവാനായവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വരെ പറഞ്ഞു, തല വെട്ടി ആ തലയിലെ ചോര അലി റളിയല്ലാഹു അൻഹുവിന്റെ താടി കുതിരുമാർ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നവൻ അബ്ദുല്ലാഹ് ഇബ്നു മുൽജിമാൻ ഒരു റമളാൻ 17 ഒരു ഞായറാഴ്ച ദിവസമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ അവൻ പരിക്കേൽപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പതിവിൽപ്പെട്ട കാര്യമായിരുന്നു, അദ്ദേഹം സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി പുറത്തേക്കിറങ്ങി പള്ളിയിലേക്ക് പോകുമ്പോൾ അസ്സലാ എന്ന് പറഞ്ഞു വഴിയിലുള്ള എല്ലാ വീട്ടിലും മുട്ടും. എല്ലാവരെയും നിസ്കാരത്തിന് എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോവുക. റമളാൻ 17 ഫജ്റിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മുൽജിം എന്ന ശഖീ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്ത് വീഴ്ത്തുകയും അദ്ദേഹത്തിന് ഒട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രക്തം അത് ഒലിച്ചുകൊണ്ടേയിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജീവിക്കുകയാണ് എങ്കിൽ, ഞാൻ സുഖപ്പെടുകയാണെങ്കിൽ ഖവാരിജായ അബ്ദുല്ലാഹ് ഇബ്നു മുൽജിമിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ അവന് നിങ്ങൾ പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയാണ്, നിങ്ങൾ മരിക്കും, കാരണം ഒരാഴ്ച വിഷത്തിൽ പുരട്ടി സൂക്ഷിച്ച വാളുമായാണ് ഞാൻ നിങ്ങളെ വെട്ടിയിട്ടുള്ളത്, നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. അലി റളിയല്ലാഹു അൻഹു 2 ദിവസത്തിന് ശേഷം റമളാൻ 19 അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം അബ്ദുല്ലാഹ് ഇബ്നു മുൽജിമിനെ ക്രൂരമായി കൊലപ്പെടുത്തി. അവൻ്റെ കൈ ആദ്യം വെട്ടിയെടുത്തു, അവൻ്റെ കണ്ണുകൾ തോണ്ടിയെടുത്തു, അവസാനം നാവ് പിഴുത് എറിയാൻ പോയപ്പോൾ അവൻ കരയാണ്. ഇപ്പോഴാണോ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കുറ്റബോധം കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാതിരിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. നമുക്ക് ഒരാളുടെ ദലാലത്ത്, അത്രയും ഇബാദത്തും ദിക്റും ഖുർആൻ പാരായണമൊക്കെ ഉള്ള ആളാണ്, പക്ഷേ ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ വലികളിൽ ഏറ്റവും ഉന്നതനായ ഒരാളെ കൊന്നിട്ടും അതിൻ്റെ അന്ധത വിട്ടുമാറിയിട്ടില്ല. നാവ് പിഴുതെറിയണ്ട, അത് ആലോചിച്ചിട്ട് കരയാൻ, അള്ളാഹുവിനെ ഓർക്കാതിരിക്കേണ്ടി വരും എന്ന് പേടിച്ചുകൊണ്ട്. അങ്ങനെ അവനെ അവിടെ വെച്ച് ഖിസാസ്, അവനെ പ്രതികാരം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹു അവസാന കാലഘട്ടങ്ങളിൽ ഇറാഖുകാർ അവർ വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്. അപ്പോൾ അദ്ദേഹം കൂഫയിലാണ് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അവരുടെ സ്വഭാവം കാരണം, അവരോടുള്ള വിമുഖത കാരണം, വെറുപ്പ് കാരണം അലി റളിയല്ലാഹു അൻഹുവിന് മരണം
അത് വന്നാൽ മതിയായിരുന്നു എന്ന് വരെ അദ്ദേഹം ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇറാഖിലെ അദ്ദേഹത്തിൻ്റെ സൈന്യം അദ്ദേഹത്തിനെ ചതിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ഒറ്റിക്കൊടുക്കാനും അദ്ദേഹത്തിനെ വെറുപ്പിക്കാനും അവർ തുടങ്ങി. അങ്ങനെ അദ്ദേഹം മരണം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഇടക്ക് പറയും, ഇറാഖുകാർ ഇങ്ങനെ വെറുപ്പിച്ച് അദ്ദേഹത്തിന് മടുപ്പിക്കുമ്പോൾ ആ ദൗർഭാഗ്യവാനായവൻ എന്താണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. എന്താണ് അവൻ വരാത്തത്? ആ ദൗർഭാഗ്യവാൻ എന്താണ് ഇത്രയും കാത്തു നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഖദ് സഇംതുഹും വസഇമൂനി, എനിക്ക് ഇറാഖുകാരെ മടുത്തിട്ടുണ്ട്, അവർക്ക് എന്നെയും മടുത്തിട്ടുണ്ട്. വമലൽതുഹും വമല്ലൂനി ഫഅർഹിനി മിൻഹും വഅർഹിം മിന്നി, അതുകൊണ്ട് അല്ലാഹുവേ അവരിൽ നിന്ന് എനിക്കൊരു റാഹത്തും എന്നിൽ നിന്ന് അവർക്കൊരു റാഹത്തും നൽകണമേ എന്നിങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഹിജറ 40 അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ദിവസം ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് വഫാത്താവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെ കൊല്ലം ചെയ്തത് ഖവാരിജികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന വ്യക്തിയാണ്. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ട കാര്യം. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ നമ്മൾ വിവരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന അനിഷ്ടകരമായ ചില കാര്യങ്ങളെക്കുറിച്ച്, അതിൽ ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട നിലപാട് എന്താണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേട്ടങ്ങൾ, നഹ്റാൻ യുദ്ധം പോലെയുള്ള, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇസ്തിഷാദ്, അദ്ദേഹം എങ്ങനെയാണ് ഷഹീദായത് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.